കേരളത്തിലല്ല കേട്ടോ. സ്പീഡോമീറ്റർ കംപ്ലൈന്റ് ആണ്. എൻ്റെ അമ്മോ, മറ്റേ ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാട് കയറിയപ്പോൾ ഒരു ക്ലിയർ ഒത്തിരി അധികം 340 ഉണ്ട് കേട്ടോ. 340 ഇത്രയും വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നുകൊണ്ട് പോവാണ്. അപ്പം നമ്മൾ കുറേ കാലം കൂടിയാണ് വണ്ടിക്കകത്തിരുന്ന് ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ദാണ്ട കോയമ്പത്തൂരുള്ള എനിക്ക് ഈ വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. വളരെയധികം നമുക്കൊരു അഡ്രിനാലിൻ റഷ് തരുന്ന രീതി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് നേരം ഇത് കാണും. അത് നമ്മുടെ M2 ആണ്, അത് നമ്മുടെ C4 ആണ്, ഇത് നമ്മുടെ M4 കോമ്പറ്റീഷൻ ആണ്. നിങ്ങൾ കണ്ടിട്ട് കാണും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ വിനായക, അവൻ്റെ അടുത്ത് ഞാൻ കുറേ ഇവൻറ്റ്സിന് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് അവനില്ല. അപ്പോൾ അവൻ്റെ ഫാദറും ഞാനിവിടെ കൂടി മറ്റേ BMW M കാറുകളെല്ലാം കൂടെ വിളിച്ചിട്ട് നമ്മുടെ കരി മോട്ടോർ സ്പോർട്സിൽ ഒരു ട്രാക്ക് ഡേ ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്കമാലിയിൽ നിന്ന് ഒരു 5-6 പേര് ഒരു കോൺവോയ് ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടിപ്പോൾ ഇവിടെ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് നല്ല അടിച്ച് പറന്ന് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പല വണ്ടിക്കകത്ത് കയറിയിരുന്ന എക്സ്പീരിയൻസ് തരാം. നമുക്ക് ട്രാക്കിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല രസമാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണില്ല, നമ്മൾ കഴിഞ്ഞ മറ്റേ ലാസ്റ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കില്ല, ആക്ടർ മാഡിയിലൊക്കെ കൂടെയുള്ള ഒരു വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും അവിടെ ചെന്നിട്ട് കാണാം. കുറേ അധികം 10-30 M കാറുകളുണ്ടെന്നാണ് പറഞ്ഞത്. അതെല്ലാം നല്ല പുതിയ നല്ല എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാട് കയറിയപ്പോൾ ഒരു ക്ലിയർ സ്പിൻ വന്നിട്ടുണ്ട്. എവരിവൺ ഈസ് ഗിവിങ് ഇൻ ദർ. M2 M4 മാത്രമല്ല കേട്ടോ, പഴയ M2 ഉണ്ട്, G80 ആ സീരീസ് വരുന്ന M2 ഉണ്ട്, പിന്നെ അതുപോലെ C4ൻ്റെ M340i ഉണ്ട്, പിന്നെ നോർമൽ 3 സീരീസിൻ്റെ 340i വരുന്നുണ്ട്. ഇത് മാത്രമല്ല അവിടെ ട്രാക്കിൽ ചെല്ലുമ്പോൾ കുറേ അധികം കാറുകളുണ്ട്. M5ൻ്റെ പുതിയ M5 ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതൊക്കെ ഉണ്ടെന്നാണ് BMW എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ശരിക്കും കേരളത്തിലല്ല കേട്ടോ. അപ്പോൾ ഞാൻ ദാണ്ട് ജസ്റ്റ് നമ്മുടെ കുതിരാണ്ടണലിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനപ്പ് വരുന്നത്. നമുക്ക് ദാണ്ട് M4 കോമ്പറ്റീഷൻ കിടപ്പുണ്ട്, നമ്മുടെ C4 കിടപ്പുണ്ട്. അതിൻ്റെ ഏറ്റവും പുറകിൽ ദാണ്ട് നമ്മുടെ M2, ഇപ്പോൾ പുറകിൽ വന്ന് M340. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഇവിടെ ജസ്റ്റ് ഉള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ ജസ്റ്റ് അവിടെ എത്തുന്നിടം വരെ ഉള്ളൊരു കോൺവോയ് ആണ്, കോൺസെപ്റ്റിലെ കോൺവോയ് ആണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഞാൻ ദാണ്ട് ഇവിടെ ഒന്നുകൂടെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഒരു ബ്ലാക്ക് നമ്മുടെ G87 M2ൻ്റെ ഒരു ബ്ലാക്ക് കൂടെ വന്നിട്ടുണ്ട്. അത് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു ബാറ്റ് മൊബൈൽ പോലെ തന്നെ. നിങ്ങളൊന്ന് നോക്കി. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വണ്ടി ബാക്കിയിട്ട് കരിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്ക് ഫില്ല് ചെയ്തുകൊണ്ട് ഈ വീക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പണി ഒഴിവായി. അപ്പോൾ ഇനി ട്രാക്കിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആക്ച്വലി കരിയിൽ വീണ്ടും വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ആക്ച്വലി ഡ്രൈവ് ചെയ്തില്ലല്ലോ. അല്ല, ഡ്രൈവ് ചെയ്തത് ഒന്ന് ഞാൻ ഡ്രൈവ് ചെയ്തു, പക്ഷേ അതെനിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ ഞാൻ GoPro ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അതാണ്ട് ഇവിടെ ഒരു M4 കോമ്പറ്റീഷൻ കിടപ്പുണ്ട്. നമ്മുടെ M4 കോമ്പറ്റീഷൻ ഒത്തിരി അധികം 340i ഉണ്ട് കേട്ടോ. 340i ഇത്രയും വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് രൂപയ്ക്ക് കണ്ടിൽ കിട്ടാവുന്ന ഏറ്റവും വാല്യൂ ഫോർ മണിയുള്ളൊരു കാറാണ്. അതാണ്ട് ഒരു F10 M5. ഇത് നമ്മൾ കഴിഞ്ഞ തവണ ലാബ് 47 കൂടുതൽ ട്രാക്ക് ഡേയിൽ വന്നപ്പം ഒരു ബ്ലൂ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ താണ്ട റെഡ്. ഇത് ഹെവിലി ട്യൂൺഡാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീണ്ടും ഒരു M340i ഉണ്ട്. M2 എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കാസാണ് കേട്ടോ ഇപ്പോൾ M2 എന്ന് പറയുന്നത്. ആണ് നമ്മുടെ ബോണിബ്രോയുടെ M2 കിടപ്പുണ്ട്. പിന്നെ M3 അവിടെ ഒരു M3 വരുന്നുണ്ട്. C4 ഓൾസോ 340i. ദിസ് വണ്ടി ഈസ് ഓൾസോ ഹെവിലി മോഡൽ. നമുക്കറിയാമായിരിക്കുമല്ലോ, മോഹിത്തിൻ്റെ വണ്ടിയാണത്. ഇനി ജസ്റ്റ് ബ്രീഫിംഗ് സെഷനിൽ എന്താണ് നടക്കുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഹെൽമെറ്റൊക്കെ വെച്ച് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഹെൽമെറ്റ് മാൻഡേറ്ററി ആണ് ഓഫ് കോഴ്സ് ഏത് ട്രാക്കിൽ ഇറങ്ങുമ്പോഴും. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ്ട് ഒരു M2 കിടപ്പുണ്ട്. അത് മാനുവലാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ M4 കോമ്പറ്റീഷൻ തന്നെ, നമ്മുടെ വണ്ടി തന്നെ. അതിലാണെന്ന് തോന്നുന്നു BMWൻ്റെ ട്രെയിനേഴ്സ് വരുന്നത്. ഈ കൊടയൊക്കെ ചൂടി വരുന്ന ആളാണ് നമ്മുടെ ജിഷിൽ സാറാണ് BMW CEO.
PV മോട്ടോക്രാഫ്റ്റിൻ്റെ. ഇവിടെ കണ്ട നമ്മളൊരു നൈസ് ഒരു M5 കിടക്കുന്നുണ്ടോ, എന്താ ഭംഗിയല്ലേ. ഇതിൻ്റെ റോഡ് പ്രൊസസ് വേറെ രീതിയിലാണ് കേട്ടോ. ആദ്യത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് ആക്ച്വലി ഇതിൻ്റെ റേസ് ലൈൻ മനസ്സിലാക്കണം, അതായത് ഐഡിയൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ടീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വീണ്ടും എൻ്റെ ട്രെയിനർ എന്താ നമുക്കിവിടെ ഇൻസ്ട്രക്ഷനൊക്കെ തന്നുകൊണ്ട് പോവാണ്. ലൈക്ക് എങ്ങനെയാണ് അതിൻ്റെ അപ്പെക്സ്, എങ്ങനെയാണ് നമ്മൾ കോണേഴ്സ് ടേക്ക് ഇൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോണേഴ്സ് ടേക്ക് ഔട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതാണ് ഈ കാണുന്നതാണ് അപ്പെക്സ്. അപ്പോൾ ലൈക്ക് വി നീഡ് ടു ഗോ ഔട്ട് സൈഡ്. അപ്പെക്സ് വന്നിട്ട് കണ്ട് ഈ ഒരു സ്റ്റൈലിൽ വീണ്ടും ഇൻസൈഡ് വരിക, പിന്നെ കണ്ട നേരെ ഔട്ട് സൈഡിലേക്ക് പോകും. സോ ദിസ് ഈസ് ദ വേ ഓഫ് അപ്പോൾ നിങ്ങൾ ആ ട്രാക്കിലെ ഒരു എക്സ്പീരിയൻസ് കണ്ടു കാണും. എൻ്റെ മോനെ ലൈക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ ആ ട്രാക്ക് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് താണ്ട് ഇവിടെ പിറ്റ് ലൈനിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി സ്മെല്ല് ചെയ്യാൻ പറ്റുമായിരുന്നു കൊണ്ടല്ലോ. യു ക്യാൻ സ്മെൽ ദ ബ്രേക്ക് പാഡ്സ്, യു ക്യാൻ സ്മെൽ ദ നമ്മൾ ടയർ ബേൺ ചെയ്യുന്നത്, എല്ലാത്തിൻ്റെയും നല്ലൊരു സുഗന്ധം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു സ്റ്റൈലാണ്. ഇറ്റ് വാസ് എ ഗുഡ് ലാപ്പ്, അടിപൊളി ഒരു ലാപ്പായിരുന്നു. പിന്നെ ഈ ടാക്സി ലാപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ കുറച്ച് സംഭവങ്ങൾ സംഭവിച്ചത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് അകത്തൊരു ചേഞ്ചസും ഒക്കെ ഉണ്ട്. അപ്പോൾ ലെറ്റ് സി വാട്ട്സ് ഗോണ ഹാപ്പൻ, നമുക്കത് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ദാണ്ട് രാവിലെ മോർണിംഗ് അങ്കിളുടെ സെഷൻ കഴിഞ്ഞു. അപ്പോൾ എന്നോട് ഒരു ലാപ്പ് എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു ലാപ്പ് എടുക്കാം. ഞാൻ ദാണ്ട് ഗോപ്രോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്രമാത്രം ഗോപ്രോയിൽ റെക്കോർഡ് ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും ആ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ്, ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പം നമ്മൾ ദാണ്ട വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ബേസിക് മോഡൊക്കെയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി ഇതിൻ്റെ മോഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ വാക്കി ടോക്കി ഉണ്ടോ എന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അവിടെ നിന്ന്. കാരണം അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. And go slow to understand the track layout, after which we will increase the pace gradually. Guys, we'll be overtaking that convoy on the main street. Okay, as of now, we'll continue behind them. We'll be overtaking them on the main street. Just target close to my car, braking and then turning in. ട്രാക്ക് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ M2 ആണ് കേട്ടോ ഈ കിടന്ന് പൊളിക്കുന്നത്. ഒന്ന് നമ്മുടെ കുരുവിള ബ്രോഡും ഒന്ന് നമ്മുടെ ബോണി ബ്രോഡേയും. നമ്മൾ എക്സോസ് ചെയ്യാത്തതുകൊണ്ട് അത്ര സൗണ്ടില്ല. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും വൈൻഡപ്പ് ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് POV ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് യു ദീപക് രാജൻ, ഡോക്ടർ റൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.